ഇതൊരു 3 ചേമ്പും തടയാണ്. ഞങ്ങളിത് ഉപ്പേരി വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചത്. ഇതിന് ചെത്തി അരിഞ്ഞ് കാണിക്കാം. നമ്മുടെ ചേമ്പും തടയെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ഞാൻ അതൊന്ന് കഴുകി ഇതിലോട്ടൊന്ന് കോരുക. വെള്ളം തോരാൻ. ഇതെല്ലാം കഴുകി വെച്ച് ഇനി ഇതിനകത്ത് ശകലം മഞ്ഞപ്പൊടി ചേർത്ത് ഈ വെള്ളം തോരാനൊന്ന് വെക്കാനും പോകും. ഇതതിൻ്റെ 2 വിത്ത് ഞാൻ വേറെ അരിഞ്ഞതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് അത് മൂപ്പ് ശരിയാകത്തില്ല. അതിനത് വേറെ അരിഞ്ഞ് വെച്ചത്. ഇനി ഇതിലോട്ട് ഞാൻ ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇനി ഇതിവിടെ ഇരുന്ന് ഇതിൻ്റെ വെള്ളം തോന്നു കഴിഞ്ഞിട്ട് വറുത്തിട്ട് കാണിക്കാം. നമ്മുടെ ചേമ്പും തട അരിഞ്ഞ് വെച്ചതിനകത്ത് മഞ്ഞൾ വരട്ടിയതെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. എണ്ണ അടപ്പ വെച്ച് എണ്ണ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇത് കുറേശ്ശെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ, പിന്നെ ഇളക്കിയിടുന്നത്. നമ്മുടെ ഇത് പകുതി മൂപ്പായി. ഇനി ഇതിന് ഞാൻ ശകലം ഉപ്പ് ചേർക്കാൻ പോവാം. ഇതൊന്നും കൂടെ മൂക്കാനുണ്ട്. ഇത് മൂത്തിട്ടുണ്ട്. ഞാനിത് കോരി എടുക്കാൻ പോവാം. ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് നോക്കാം. നമ്മുടെ ചേമ്പും തടയും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉപ്പേരിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആരും അത്ര കാര്യമാക്കുന്നതല്ല ചേമ്പും തട. പക്ഷേ ഇത് ഉപ്പേരി വറക്കാൻ നല്ല സൂപ്പർ സാധനമാണ്.